എന്തായാലും നനങ്ങി ഇനി കുളിച്ച് കയറാന്നുള്ള മട്ടിലാണെങ്കിൽ ഞാൻ എന്തായാലും സൈഡ് സീറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ എന്റെ ഒരു ഗതികേട് കറക്റ്റ് സൈഡിൽ തന്നെ ഒരു സാധനം വന്നു. പക്ഷേ മൂടുപോയി എന്തായാലും മൂടുപോയി സ്ഥിതിക്ക് ഇനി കുറച്ച് നേരം കിടന്നുറങ്ങാം. അങ്ങനെ കണ്ടില്ലേ കുറക്കം കയറി വന്നപ്പോഴത്തേക്ക് ഒരു ചേച്ചി തട്ടി വിളിച്ചിട്ട് സീറ്റ് നമ്പർ 28 ചോദിച്ചു കയ്യിലേക്ക് ഒരു കവറും വെച്ച് നീട്ടി തന്നു. എന്താ സംഭവം മനസ്സിലായില്ലെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബോധത്തിലേക്ക് വന്നപ്പോൾ മനസ്സിലായി ചായയാണ്. ആ കവറിലേക്ക് ആദ്യം കൈയിട്ടപ്പോൾ തന്നെ കിട്ടിയത് ഇലയുടെ ആയതുകൊണ്ട് തന്നെ അത് തന്നെ ആദ്യം അകത്താക്കി. അത് കഴിഞ്ഞിട്ട് ചായ കലക്കാൻ തുടങ്ങി. ചായ കലക്കിയത് പൊടിയായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്തായാലും സംഭവം കൊള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും ഒരു ഏത്തയ്ക്കുപ്പേരും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെയും കൈയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് തപ്പി നോക്കിയപ്പോഴത്തേക്കും ഒരു പൈനാപ്പിളിന്റെ ഹലുവയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സംഭവം എനിക്ക് ഹലുവ ഒന്നും വലിയ ഇഷ്ടമല്ലെങ്കിൽ പോലും ഇത് ഒരു തരക്കേയില്ലാത്തൊരു സാധനം തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മധുരത്തിന്റെ മത്ത തലയിൽ പിടിക്കണമെന്ന് കരുതിയിട്ട് കുറച്ച് വെള്ളം കൂടെ എടുത്തത് മുടിങ്ങിയിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചിട്ട് ക്ഷീണം മാറ്റാൻ വേണ്ടി ഒന്ന് മയങ്ങാന്ന് എഴുതി കിടന്നപ്പോഴത്തേക്ക് രാത്രിയായി ഡിന്നർ വിങ്ങി. അങ്ങനെ ഇതിൽ എക്സൈറ്റഡ് ആയിട്ട് ആദ്യം തന്നെ തമ്മിൽ വലിപ്പുള്ള ഒരു ബോക്സ് എടുത്ത് ഒളിഞ്ഞു നോക്കിയപ്പോൾ തന്നെ അതിനകത്ത് ചോറുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുതായിട്ട് മൂട് പോയിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന അലുമിനിയം ഫോയിൽ ചപ്പാത്തി ദോശ ആയിരിക്കുന്ന എഴുതി തുറന്നപ്പോഴത്തേക്ക് എന്റെ പ്രതീക്ഷകൾക്ക് അതീതമായിട്ട് അതിനകത്തൊരു പൊറോട്ട. അതെന്തായാലും നമ്മൾ വെജ് കറിയും കൂട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സേഫർ ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ വെജ് ചൂസ് ചെയ്തത്. പിന്നെ നല്ല കട്ട തൈരും ഉണ്ടായിരുന്നു. സംഭവം പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ ഒന്ന് വകവയ്ക്കാതെ അതും കൂട്ടി ചോറും അങ്ങടിച്ചു. അതിന്റെ ഒപ്പം തന്നെ കിട്ടിയ പാലട പായസം കൂടി കുടിച്ചപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെയുള്ള സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്ര തന്നെ. ബൈ.